അല്ല, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയ കോസ്റ്റിൽ 132 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മൾ 1 വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിംഗ് ആരംഭിച്ചത്. നമ്മൾ മെയ് 1-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ, നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. മെയ് 1-ാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ നമ്മുടെ സിനിമ അല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ച് മാത്രമായിട്ടാണ്. അങ്ങനെ അത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട്, ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത്. ഇങ്ങനെ നിഷാദ് കോയ ഒരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ്, അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ, സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വശത്ത് നിന്ന്, അതായത് റൈറ്ററുടെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറുടെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ കള്ള പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിൻ്റെ മ്യൂസിക്കുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ വേർഷൻ അല്ല. ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, 1 വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷെ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞ്. കാരണം ഒരു പടം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്. അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്. അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറുമായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള, അല്ലെ റൈറ്ററുമായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്ക് എന്താണുള്ളത്? അല്ല, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വർഷം തന്നെ 4-5 സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്? അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്രയും സ്ഥലങ്ങളിൽ പോയി, രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കും? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറെയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത്. റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത് ഒരാളെ കാട്ടാൻ പറ്റത്തില്ല. അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സംഘടനകളെ സമീപിച്ചു, ഡയറക്ടർ FFKനെ സമീപിച്ചു. അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിയമപരമൊക്കെ അതൊക്കെ എന്ന് നടക്കാനപ്പാ പറഞ്ഞു മനസ്സിലായി. ഇന്നിപ്പോൾ തിയേറ്ററിൽ 200 ചിലവാനും തിയേറ്ററിൽ പടം ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് 2ാമത്തെ ആഴ്ചയാണ്, ഇന്ന് കറക്റ്റ്. അത്രയും തിയേറ്ററിൽ ഈ പടം ഒരു ഫ്ലോപ്പ് സിനിമയാണെങ്കിൽ ഈ തിയേറ്ററിൽ നിന്ന് എല്ലാം പടം കുറയണ്ടേ? ഒരു ഷോ എങ്കിലും കുറയണ്ടേ? ഒരു 10 തിയേറ്ററിൽ നിന്നെങ്കിലും സിനിമ എടുത്ത് മാറ്റണ്ടേ? സിനിമ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഡീഗ്രേഡിന്റെ അങ്ങേയറ്റം. നമ്മൾ ഓൺലൈനിന് വന്നിട്ട് പ്രൊമോഷൻ ടീമിനോട് ചോദിക്കുകയാണ്, മറ്റേ നിഷാദ് കോയയുടെ ആ പോസ്റ്റിനടിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യാമോ എന്ന് ഞങ്ങളുടെ ടീമിലുള്ളവരോട് തന്നെ ചോദിക്കുകയാണ്. അല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിന്റെ ഏറ്റവും മോശകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നമുക്കിപ്പോൾ എങ്ങനെയാണ് ഒരു 10,000 ഓൺലൈൻകാരുണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് മുഴുവൻ പരസ്യം കൊടുക്കാനായിട്ട് പറ്റുമോ? നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു 100-200 പേരെ ആയിരിക്കും. ബാക്കി 800 പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു പ്ലാനിങ് ഇല്ല, ഒരു സിനിമയ്ക്ക് ഇത്ര രൂപയുടെ പരസ്യം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടല്ലോ. അത് കൊടുക്കാത്തവർ മുഴുവൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് ശത്രുക്കളാവുന്നത്? സിനിമേനെ എന്ത് വേണേലും പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഡീഗ്രേഡ് ചെയ്യുക, പടത്തെ പറ്റി എത്ര താറടിച്ച് സംസാരിക്കോ, ഇതാണോ സിനിമ? ഇവിടെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ സിനിമ കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ്.
ഓൺലൈൻകാരെ അടച്ചു നമുക്ക് പറയാം. സിനിമ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ ഓൺലൈൻകാരുണ്ടാക്കിയ പ്രശ്നമല്ല. എന്നിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, അദ്ദേഹം ഫേസ്ബുക്കിൽ എടുത്തു, പിന്നീട് പിൻവലിക്കുന്നു, വീണ്ടും ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അവിടെയാണ് ഈ പുറലോകം മൊത്തം അറിഞ്ഞത് എന്നാണ് ലക്ഷ്യം മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻകാർ മൊത്തം പരസ്യമില്ലാത്തതുകൊണ്ട് ഡീഗ്രേഡ് എന്നുള്ള സാധനമല്ല അതിനകത്തുള്ളത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നും ഇന്നും ഉള്ളതാണ് ഡീഗ്രേഡിംഗ് ഉള്ളത്. അല്ല, ആ ഒരു അഭിപ്രായം എനിക്ക് 100% ഉണ്ട്. കാരണം ഞാനാണല്ലോ പൈസ ഈവൻ മുടക്കുന്ന ഒരാള്. അപ്പം എത്രത്തോളം പൈസ കൊടുത്തില്ലെങ്കിൽ, നമുക്ക് ഇത്ര രൂപയ്ക്ക് പരസ്യം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുവാണ്. അതെന്ത് ചെയ്യും? ഇത് ഞാൻ ഫേസ് ചെയ്യുന്ന, ഇത്രയും സിനിമകൾ നിർമ്മിക്കുന്ന ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. എനിക്ക് ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഇപ്പോൾ ഒരു സിയാദക്ക നാളെ ഒരു പടം ഇറക്കുന്നുണ്ട്, സിയാദക്കയ്ക്ക് ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഞാൻ ഈ പടത്തിന് വേണ്ടിയിട്ട് ഇത്ര രൂപ മുടക്കുന്നുള്ളൂ എന്നൊരു പ്ലാൻ ഉണ്ടല്ലോ. ഞാൻ വേറൊരു രീതിയിൽ ഇപ്പം അധികം ഫ്ലെക്സ് ബോർഡ് ഒന്നും വെക്കണ്ടായിരിക്കും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലിൽ മാത്രം പ്രൊമോഷൻ ചെയ്താൽ മതി. ഞാൻ കേരളത്തിൽ 250 ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്. അത് എൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. എൻ്റെ സിനിമ എവിടെ ചെന്ന് കഴിഞ്ഞാലും കാണണം എന്നുള്ള രീതി. അത് ശരിയാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. അല്ല, ആദ്യമേ തന്നെ ഒരുപാട് വിഷമമുണ്ട്. നല്ല എന്താ പറയുക, ഫെഫ്ക എൻ്റെ സംഘടനയോട് ഞാൻ ആദ്യം കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഞാൻ ജസ്റ്റ് 2-3 പോയിന്റ് പറയാം. ഈ ഇഷ്യൂ നടക്കുമ്പോൾ ശനിയാഴ്ച ഞാൻ ബഹ്റിനിലാണ്, പ്രൊമോഷന് വേണ്ടി പോയതാണ്. എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഡിലേ ആയി എന്നുള്ളതിൻ്റെ ഉത്തരവാണ് ഞാൻ ആദ്യം തരുന്നത്. ഞാൻ കൃത്യമായിട്ട് ഉണ്ണി സാറിനെയും ഫെഫ്കയിലെ ഓരോരുത്തരും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചിരുന്നത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എത്തി. ഇന്നാണ് ഞങ്ങളെല്ലാവരും ഒന്ന് ഇരുന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇതിൻ്റെ ഇടയിൽ സുഹൃത്തെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു പോസ്റ്റ് ഇടാൻ പറ്റുന്നില്ല. സിനിമ ഈ ഫസ്റ്റ് ഡേ മുതൽ ഡീഗ്രേഡിങ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളൊരു നല്ല സിനിമ ചെയ്യണമെന്ന് ഓർത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ വന്നതാണ്. ഞങ്ങൾ പുതിയ ആൾക്കാർ തന്നെയാണ്. 6 കൊല്ലമായി കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ അല്ല സിനിമ ചെയ്തത്. സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതാണ്. 2018 ക്വീൻ ചെയ്യുന്ന, ഇപ്പോൾ എൻ്റെ ചോദ്യങ്ങളെല്ലാം തിരിഞ്ഞാണ്. ആദ്യ സിനിമ കോപ്പി അടിച്ചു. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സംവിധായകനാണ്, ഞാൻ തിരക്കഥാകൃത്തല്ല. എൻ്റെ ആദ്യ സിനിമ കോപ്പി അടിച്ചു, ജനഗണമന കോപ്പി അടിച്ചു. ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യയിൽ വന്നേക്കും. ഇതാണ് എനിക്ക് കിട്ടുന്ന പോയിന്റ്. ഞാൻ ഏതോ പരസ്യങ്ങൾ കോപ്പി അടിച്ചു. ഇതൊന്നും ഞാൻ സംവിധാനം ചെയ്യുന്നതാണ്. എവിടെയാണ് ഞാൻ ഒരു റൈറ്റർ ഡയറക്ടറാണോ? അല്ല. അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നമ്മളോടൊരു ഇത് അവതരിപ്പിക്കാൻ. പേഴ്സണലി ഇതിൻ്റെ പടത്തിൻ്റെ പ്രൊമോഷൻ, നിങ്ങൾക്ക് എൻ്റെ മുന്നത്തെ 2 ചിത്രങ്ങളും അറിയാം. അതിന് എൻ്റേതായ രീതിയുണ്ട്. ജനഗണമനയുടെ തലേ ദിവസം പ്രൊഡ്യൂസറായ ലിസ്റ്റ് എന്നെ വിളിച്ച് ചോദിച്ചാണ്, എടാ കോടതിയുടെ രംഗങ്ങൾ ഇറക്കണ്ടേ? ഞാനാണ് പറഞ്ഞത് വേണ്ട, പ്രേക്ഷകർ ഏറ്റെടുക്കും ഫസ്റ്റ് ഡേ എന്ന് ഞാൻ പറഞ്ഞ പേരിലാണ് അത് ഇറക്കാതിരുന്നത്. അതേപോലെ എനിക്ക് ഈ സിനിമയ്ക്ക് എനിക്കൊരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ സെഗ്മെൻറ്റ്സ് വിടാൻ കഴിയില്ല. ഞാൻ എന്തിനത് വിടണം? ഞാൻ ഇതിൻ്റെ പടത്തിൻ്റെ എല്ലാം ഒളിപ്പിച്ച് വെച്ചു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്താണ് ഒളിപ്പിച്ച് വെച്ചത്? റക്കി, പൂജ, NP43 പൂജ, ഇതെല്ലാം ഞാൻ ചെയ്തതല്ലേ. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ നോക്കിയാൽ പോരെ? ഒന്നെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ചോദിക്കണം. പിന്നെ ഈ പറയുന്നു എന്തൊക്കെയാണ് എനിക്ക് വരുന്ന ബേസിക്കലി ഈ പടത്തിൻ്റെ പ്രൊമോഷൻ ഇതിന് പാളിച്ച, അതല്ല ചോദിച്ച ചോദ്യം, പാളിച്ച സംഭവിച്ചോ എന്ന് വെച്ചാൽ ഇല്ല. ഞങ്ങൾക്ക് ഈ സിനിമ തുടങ്ങിയതിന് ശേഷം ഈ സിനിമയ്ക്ക് വേണ്ട പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ വെച്ചിരുന്നത്. കാര്യം ഈ സിനിമയുടെ സ്വഭാവം ഒരു പർട്ടിക്കുലർ സെക്കൻഡ് ഹാഫ് കഴിയുന്നതോട് കുറച്ച് സീരിയസ് ആവും. അതുവരെ നമ്മൾ ഹ്യൂമറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച ഒരു ഹ്യൂമറാണോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ സിനിമ വന്ന് കണ്ട് ഇപ്പോൾ കാണുന്ന പ്രേക്ഷകർ അതാണ് പറയുന്നത്. അവരാഗ്രഹിച്ച സിനിമയാണ്, അവരിഷ്ടപ്പെടുന്ന സിനിമയാണ്. ഇതിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ തൊട്ട് സീരിയസ് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ 2 ദിവസം മുന്നേ വിട്ട ടീസറിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ സിനിമയുടെ സ്വഭാവം ഇതാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകർ നമ്മുടെ സിനിമയിലോട്ട് വന്ന് ആ സിനിമ കാണാൻ വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ്റെ രീതിയിൽ ഒരു പാളിച്ചയും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നം 2 പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്, 2 വ്യത്യസ്ത പ്രശ്നങ്ങൾ. ഒന്ന്, ശ്രീ നിഷാദ് കോയ പൂർത്തിയാക്കിയ ഒരു തിരക്കഥ ഡിജോ എന്ന സംവിധായകനും അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് മനസ്സിലായത് ജയസൂര്യ വഴി ഡിജോയിലേക്ക് അത് എത്തുകയും
ഡിജോ അത് ഷാരിസ് എന്ന എഴുത്തുകാരനെയും കൂടി ഇപ്പോൾ തിയേറ്ററിലോടുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ സിനിമയുടെ റിലീസിന് തലേ ദിവസം നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ ഞാൻ പറഞ്ഞാലോ എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നം, ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവിനുണ്ടാവുന്ന ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിനകത്ത് തീർച്ചയായിട്ടും ശ്രീ സിയാജ് കോപ്പറും ശ്രീ ലിസ്റ്റിനും ഒക്കെ നിങ്ങളോട് സംസാരിക്കും. ആദ്യത്തെ പ്രശ്നത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ദിവസങ്ങളിലൊക്കെയും ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അതിനകത്ത് നിന്ന് വെളിയിലേക്ക് വരുന്ന സംഗതികൾ അങ്ങനെ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ടോ എന്നുവരെ ആളുകൾക്ക് തോന്നുന്ന മാതിരി യാദൃച്ഛികതകളും ആകസ്മികതകളും നിറഞ്ഞതാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് ഷാരിസ് മോഹൻ, ഡിജോ അല്ല. ഈ സിനിമ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഇരുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്ന ഛായാഗ്രഹകനാണ്. എല്ലാം ശരിയാകും എന്ന സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീജിത്താണ് ഈ സിനിമ ആദ്യം സംവിധാനം ചെയ്യാനിരുന്നത്. കോവിഡ് കാലത്ത് 2021 എല്ലാം ശരിയാകും എന്ന സിനിമ നടക്കുമ്പോൾ കോവിഡ് കാലത്ത് ഒരു ഇന്ത്യനും പാകിസ്ഥാനിയും ഒരുമിച്ച് ക്വാറന്റൈനിലാകെ പോകുന്ന ഒരു കഥ ഷാരിസ് ഈ ശ്രീജിത്തുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ശ്രീജിത്തിനോട് സംസാരിച്ചു. അവർ വർക്ക് ചെയ്ത ഡ്രാഫ്റ്റുകൾ ഞങ്ങൾ കണ്ടു. ശ്രീജിത്തും ഷാരിസും ചേർന്ന് ഇത് സിനിമയാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഹാരിസ് ദേശം എന്ന അദ്ദേഹം പ്രൊഡ്യൂസറാണ്, പ്രൊഡക്ഷൻ കൺട്രോളറാണ്, നിങ്ങൾക്കറിയാം. അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അതും 2021 ഓഗസ്റ്റിലാണ്. അദ്ദേഹം അത് റോഷൻ മാത്യുവിനോട് പറയാനാണ് ആവശ്യപ്പെട്ടത്. ഇവരാവശ്യപ്പെട്ടത് റോഷൻ മാത്യുവിൻ്റെ അപ്പോയിൻമെൻറ്റും അദ്ദേഹമാണ് എടുത്തു കൊടുത്തത്. അങ്ങനെ ആ സിനിമ കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട്, ആ ചർച്ചകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അത് എങ്ങും എത്താതെ പോയ സന്ദർഭത്തിലാണ് ഷാരിസ് ജനഗണമന എന്ന സിനിമ നടക്കുമ്പോൾ ഇദ്ദേഹവുമായി ഈ ആശയം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട സംഗതി, ഷാരിസ് ഈ തിരക്കഥ ഏതാണ്ട് അതിൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഡ്രാഫ്റ്റ് പൂർത്തിയാക്കിയത് ശ്രീജിത്ത് എന്ന സംവിധായകന് വേണ്ടിയിട്ടാണ്. അത് ജനഗണമനയ്ക്ക് വളരെ മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലിൽ ശ്രീജിത്തിന് ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ എന്ന ക്രെഡിറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീജിത്തിൽ നിന്നും ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡിജോ രംഗത്ത് വരുന്നതും ഈ പടം ചെയ്യുന്നതും. അപ്പോൾ ജയസൂര്യയായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിച്ചു. ഡിജോ ആയിട്ട് ഒരു ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് ഇങ്ങനെ ഒരു പടം ജോഷ് സാറും ഞാനുമായിട്ട് ചെയ്യേണ്ട ഒരു സിനിമ അല്ലേ, അത് മാറിപ്പോയി, അത് നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതൊരു ഗംഭീര സംഭവമാണ് എന്ന് പറഞ്ഞ് ഒരു ലൈനിൽ അതിൻ്റെ വളരെ പ്രത്യേകം ഞങ്ങൾ എടുത്ത് ചോദിച്ചു എന്തൊക്കെ ഡീറ്റെയിലുകളാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ഗംഭീര ലൈനാണ്, ഒരു ലൈനിൽ ഞാൻ അതിൻ്റെ എന്തോ ഒന്ന് പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. വിശദമായി പറഞ്ഞില്ല, കാരണം അത് എൻ്റെ ജോലിയല്ല, അത് തിരക്കഥാകൃത്താണ് പറയേണ്ടത്. അത് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് പറയും എന്ന് പറയുന്നു. അങ്ങനെ നിഷാദ് കോയയും ഇദ്ദേഹവുമായിട്ട് പിന്നീട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. പിന്നീട് ഇവരുടെ ഒരു റിക്കി നടക്കുമ്പോൾ, അതായത് ഇപ്പോൾ ചെയ്യുന്ന സിനിമയുടെ റിക്കി നടക്കുമ്പോൾ, അതെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് രഹസ്യമായിട്ടൊന്നുമല്ല ആ സിനിമ ചെയ്യാനായിട്ട് ഡിജോ തയ്യാറായത്. റിക്കി നടക്കുമ്പോൾ ആണ് പൃഥ്വിരാജ് പറഞ്ഞ് ഇതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കിയിട്ട് നിഷാദ് കോയ ഇദ്ദേഹത്തെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആവശ്യമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം, പക്ഷേ ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിഷാദ് കോയ ഒരു PDF ഇദ്ദേഹത്തിന് ഷെയർ ചെയ്യുന്നു.
അത് ഇന്ന് ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ആ PDF ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതായത് നിഷാദ് കോയ അയച്ചു കൊടുത്ത PDF ഡിജോ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാത്ത PDF കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും ഒരേ കഥ, ഒരേ ആശയം ഒന്നിലധികം എഴുത്തുകാർക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടായിട്ടുള്ള ചരിത്രമുണ്ട്. ഏതായാലും ഈ പാകിസ്ഥാനിയും ഇന്ത്യനും ഇവിടെ നിന്ന് പോകുന്ന ആളുടെ രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ ആണെങ്കിൽ കോമൺ എലിമെൻറ്റ്സ്. സെക്കൻഡ് ഹാഫിൽ വരുന്ന സംഭവങ്ങളെല്ലാം രണ്ടുപേരുടെയും കഥ എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ച നടക്കുമ്പോഴാണ് വേറൊരു സംഗതിയും കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇതിനകത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്. 2013 വടക്കൻ സെൽഫി ഡയറക്റ്റ് ചെയ്ത ശ്രീ പ്രജിത്ത്, അദ്ദേഹത്തിന് വേണ്ടി രാജീവ് എന്ന ഒരു നവാഗത എഴുത്തുകാരൻ 2013 ഇതേ കഥ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുണ്ട്. 2013 അത് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്തത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള M. രഞ്ജിത്താണ്. M. രഞ്ജിത്ത് ഈ രാജീവിനും പ്രജിത്തിനും അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അവര് അത് ഡെവലപ്പ് ചെയ്യുകയും ദിലീപുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2014-15 കാലഘട്ടങ്ങളിൽ 15-ലാണെന്ന് തോന്നുന്നു ദിലീപുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദിലീപ് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പിന്നീട് ദിലീപിനുണ്ടായ അസൗകര്യങ്ങളെ തുടർന്നാണ് ആ പടം നടക്കാതെ പോയത്. ഇതിനകത്തെ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റൈറ്റേഴ്സ് യൂണിയൻ്റെ ഭാരവാഹികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഏറ്റവും എമ്പതി അർഹിക്കുന്ന ഒരു ആള് എന്ന് പറയുന്നത് ഈ രാജീവാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഒരു സ്റ്റീൽ വർക്കുകൾ ചെയ്യുന്ന തൊഴിലാളിയായിട്ട് എറണാകുളത്തുണ്ട്. അദ്ദേഹം ഇതുവരെ പടം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്ക്രീൻ പ്ലേ എക്സാക്ട്ലി സെയിം ട്രജക്ടറിയാണ്. ഇങ്ങനെ നാട്ടിൽ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരാൾ പ്രശ്നത്തിൽപ്പെടുകയും വെളിയിലേക്ക് പോവുകയും അവിടെ അയാൾ ദേറയിലാണ് ആ കഥ നടക്കുന്നത്. ഒരു പാകിസ്ഥാനിയായിട്ട് റൂം ഷെയർ ചെയ്യാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വിചിത്രമായ ആകസ്മികത എന്ന് പറയുന്നത് ആ തിരക്കഥയിൽ, ഞങ്ങളത് ചെക്ക് ചെയ്തു, ആ തിരക്കഥയിൽ ഈ പാകിസ്ഥാനിക്ക് മലയാളികളെ ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാളുടെ കൂടെ മുമ്പ് താമസിച്ച ഒരു മലയാളി അയാളെ കളിപ്പിച്ചിട്ടുണ്ട്. അയാളുടെ പണം അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അത് ചെയ്തത് അജുവാണ്. അന്ന് അവർ കാസ്റ്റ് ചെയ്തിരുന്ന അജുവാണ്. ഈ സിനിമയിലും അജുവിൻ്റെ പടമാണ് ആ ക്യാരക്ടറായിട്ട് കാണിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെയാണ് നമുക്ക് റാഷണലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് മാത്രമല്ല, ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അതിനകത്തെ ഒരു എക്സാക്ട് ഡയലോഗ് ഷാരിസ് എഴുതിയിട്ടുണ്ട്. എന്താണ്? കുട്ടിക്കാലത്ത് അമ്മമാർ ചോറ് കൊടുക്കുന്നത് മറ്റേ ഭൂതം വരും എന്നൊക്കെ പേടിപ്പിച്ചിട്ടാണ് എന്ന് പറയുന്ന എക്സാക്ട് ഡയലോഗ് ഈ രാജീവ് 2013-14 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുണ്ട്, 10 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ രാജീവ് ഉണ്ട്, ഷാരിസ് ഉണ്ട്, നിഷാദ് കോയുണ്ട്. അപ്പോൾ ഈ 3 എഴുത്തുകാരിൽ ഏതോ ഒരു എന്താ പറയണ്ട, ഒരു പൊതു അബോധത്തിൽ നിന്ന് ഇത് ഈ എലിമെന്റ്സുകൾ സ്വീകരിച്ചുകൊണ്ട് അപ്പോൾ ഇപ്പൊ രാജീവിനെ വിളിച്ചപ്പോൾ രാജീവ് ജീവിതത്തിൽ ഡിജോയോ ഷാരിസിനെയോ ആരെയും കണ്ടിട്ടില്ല. ഇവർ തമ്മിലൊന്നും യാതൊരു പരിചയവുമില്ല. അപ്പോൾ ഇത്തരം ആകസ്മികതകളും ഒക്കെ ആയിരിക്കാം എഴുത്തെന്ന് പറയുന്ന പ്രക്രിയയെ ഇത്രത്തോളം മനോഹരമാക്കുന്നതും നിഗൂഢമാക്കുന്നതും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതാണ് ഇവിടെ സത്യത്തിലുണ്ടായിരിക്കുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു വിഷയം ബ്ലോൺ ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട്. അതിൻ്റെ മേൽ ഷാരിസിനും ഡിജോയ്ക്കും വല്ലാത്ത ഒരു മോബ് ലിഞ്ചിങ് ഈ സൈബർ ലോകത്ത് ഉണ്ടാകുന്നുണ്ട്. അവരെ വിടാതെ പിടിച്ചുകൊണ്ട് കള്ളന്മാരാക്കുന്ന പോസ്റ്റുകൾ നിരന്തരം വരുന്നു. അവർക്ക് അവരുടെ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ 2 പേരും നിൽക്കുന്നത്. 100% ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ തിരക്കഥ ഷാരിസ് പൂർത്തിയാക്കിയത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണെന്നും അത് ഡിജോയ്ക്ക് വേണ്ടി അല്ല എന്നുള്ളതും ഞങ്ങൾക്ക്